My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ ലൈഫ് പേർപ്പസ് അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ എന്ത് പേർപ്പസിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു അറ്റൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു ടൈമാണ്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ പേർപ്പസ് നിങ്ങളുടെ അറ്റൻഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓർ നിങ്ങളുടെ അറ്റൻഷൻ കൂടുതൽ വേണം, നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ വേണം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളായിക്കോട്ടെ, ഈ ഒരു സമയം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ നിങ്ങളിലേക്ക് ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങൾ, എവിടെയാണോ നിങ്ങളുടെ ടൈം, എഫേർട്ട്, എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കി അതിൽ ബ്യൂട്ടിഫുള്ളി അലൈൻഡ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്, എൻഗേജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ബട്ട് ചില ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെവി എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ഹെവി ഫീലിങ്സ് ഓർ എന്തൊക്കെയൊരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു ബേർഡൻസ് തരുന്നുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് നിങ്ങൾക്ക് എന്ത് എനർജി ആണോ കിട്ടുന്നത് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ക്യാരി ചെയ്യാൻ പാടില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേർപ്പസ്, ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പേർപ്പസ്, അത് ചില ആളുകൾക്ക് മേജർ ആയിട്ടുള്ള ലൈഫ് പേർപ്പസ് ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കി ആവശ്യമില്ലാത്ത പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആവശ്യമില്ലാത്ത എഫേർട്സ്, ഇമോഷൻസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് ചില ആളുകളെങ്കിലും നിങ്ങൾ വേറെ എന്തൊക്കെയോ ഒരു കാര്യത്തിലാണ് നിങ്ങളുടെ കൂടുതൽ എഫേർട്ട് കൊടുക്കുന്നത്. സോ അവിടുന്ന് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനോ നിങ്ങൾ ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്ന കാര്യങ്ങളോ ആയിരിക്കാം നിങ്ങൾക്ക് അവിടുന്ന് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആരുമായിട്ടാണ് നിങ്ങൾ കൂടുതൽ ഇടപെടുന്നത്, എന്ത് എനർജിയാണ്, ഈവൻ നിങ്ങളുടെ വർക്ക് പ്ലേസോ എന്ത് സിറ്റുവേഷനോ ആയിക്കോട്ടെ, എന്താണോ എന്തിലേക്കാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ തരുന്ന കാര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, അത് വിട്ട് കളയുന്ന സമയത്താണ്, അതിനൊരു ലീസ്റ്റ് കെയർ നിങ്ങൾ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ആ ഒരു ഈസിനെസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ചേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലേ ഗൈസ്? അത് നിങ്ങൾക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത് വരും. നിങ്ങൾ മാക്സിമം എഫേർട്ട് കൊടുത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഹാവ് ദ കറേജ്, ധൈര്യം ഉണ്ടാക്കിയെടുക്കുക ചില കാര്യങ്ങൾ വിട്ടുകളയാൻ, ചില കാര്യത്തിൻ്റെ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ. അത് നിങ്ങളുടെ അഡിക്ഷനോ ഹാബിറ്റ്സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളോ ആയിരിക്കാം, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സി നിങ്ങൾക്ക് ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്, അത് പ്രോബബ്ലി നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസ് ബ്ലോക്ക് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, എവിടെയാണോ നിങ്ങളുടെ എനർജി ഒരു സമയത്ത് പോകേണ്ടത് അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വലിയൊരു സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി ഈസിനെസ് ആണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൊടുക്കേണ്ടത്. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മെന്റലി ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നത് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരുപാട് മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഇത് നിങ്ങൾക്കുള്ളൊരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ വാർണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് മൈ മെസ്സേജ്, ബിക്കോസ് നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആവുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് മെന്റൽ കോൺഫ്ലിക്റ്റ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ തരുന്നുണ്ട്, ഐഡിയാസ് തരുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആത്മാവിനെ കുറച്ചുകൂടെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ഒരു ഫ്ലോ, നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണ്ടത്. ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ കുറെ കൂടി ക്ലെൻസ് ചെയ്യുന്ന കാര്യത്തിലേക്കാണ്, കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ എൻഗേജ്ഡ് ആവേണ്ടത്. നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ ബ്യൂട്ടിഫുള്ളി നിങ്ങളുടെ ചില ലൈഫ് സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ ചിലത് ബ്യൂട്ടിഫുള്ളി സംഭവിക്കുന്നുണ്ടെങ്കിൽ എഫേർട്ട്ലെസ്ലി സംഭവിക്കുകയാണ്, അത് ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പും ആയിക്കോട്ടെ. ഓക്കെ, സോ ചില ആളുകളുമായിട്ടുള്ള സിറ്റുവേഷൻ വളരെ എഫേർട്ട്ലെസ്ലി, വളരെ മ്യൂച്വലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു, അതിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു. വേറെ ഓവർ തിങ്ക് ചെയ്യാണ്ട് നിങ്ങൾ ആ ഒരു പ്രസൻസിൽ നിങ്ങൾ ജീവിക്കാം
നിങ്ങൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങാം. ഓക്കെ, ജീവിക്കുക. സന്തോഷമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ ജീവിക്കുക. അത് എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ജോബ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലൈഫ് ഓഫർ ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഹൃദയം തുറന്ന് നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്തു വരിക. ഓക്കെ, ചില ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹൃദയം ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ കൺഫ്യൂസ് ആക്കുന്ന ഹെവി എനർജി തരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാം. വെരി സിമ്പിൾ. ഓക്കെ, ഐ നോ ലൈക്ക് ഞാനിത് നിങ്ങളുടെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ചില ആളുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്തിലേക്ക്, എന്താണ് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ആൻഡ് അഗെയിൻ സീ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ട്രബിൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ആക്ഷൻ എന്താവും എന്നുള്ള ചില പേടി ഉണ്ടെങ്കിൽ ഫേസ് ഇറ്റ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങളിൽ വന്നു, അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു, അത് നിങ്ങൾ ഫേസ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കുക. അത് ഈവൻ നിങ്ങളുടെ പേടിയായിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സി എനിക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്യുക, ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതായത് എന്തോ ഒരു കാര്യം നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്, അത് പക്ഷേ നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പേടി നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക്, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചില മിസ്റ്റേക്സ് നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, നിങ്ങളെങ്ങനെ തടഞ്ഞു വെക്കുന്നുണ്ടായിരിക്കണം പല കാര്യങ്ങൾ കൊണ്ട്. അത് നിങ്ങൾ തന്നെ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കാം, അല്ലേ? സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തിട്ടുള്ള എന്ത് കാര്യമോ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്ത് ഫിയറോ ആയിക്കോട്ടെ, ഗോ ആൻഡ് ഫേസ് ഇറ്റ്. നിങ്ങളത് ഫേസ് ചെയ്യുക, ബിക്കോസ് അതാണ് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് തിരിച്ചറിയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. സി, പലപ്പോഴും നമ്മളുടെ പേടി, നമ്മൾ പിടിച്ചു വെക്കുന്ന, നമ്മൾ ചെയ്യാൻ ഭയക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫ് പേർപ്പസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുക. അത് നിങ്ങളുടെ ആക്ഷൻ ആയിരിക്കാം, നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമായിരിക്കാം, നിങ്ങൾ മാത്രം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യമായിരിക്കാം. സി, നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മുടെ സോൾ എക്സ്പാൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മളുടെ ഇതുപോലുള്ള ചില പേടികൾ, നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാം. ഓക്കെ, ചില ആളുകൾക്കുള്ള മെസ്സേജ്, നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുക. ആളുകളോ സിറ്റുവേഷനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ ബ്രേക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിന്റെ ഓണർഷിപ്പ്, നിങ്ങളുടെ മെന്റൽ പീസിന്റെ ഓണർഷിപ്പ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. മനസ്സമാധാനത്തിന്റെ ഒരു ഓണർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കൊണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം നിങ്ങളാണ് ഓവർകം ചെയ്യേണ്ടത്. അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് ഫ്ലോ കൊണ്ടുവരാൻ സാധിക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾക്ക് ഗ്രോത്ത് തരുന്നത്, മാറ്റം കൊണ്ടുവരുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ ഒരു ചലഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഓക്കെ, സോ സി, ഇപ്പം നിങ്ങളുടെ ഒരു പേടിയോ നിങ്ങളുടെ മിസ്റ്റേക്സോ നിങ്ങളത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവിടെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലേ? സി, നിങ്ങൾ ഓക്കെ, ഈവൻ നിങ്ങൾ അതിൽ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും നെക്സ്റ്റ് ടൈം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു ധൈര്യമെങ്കിലും അവിടെ കിട്ടും. റൈറ്റ്, നിങ്ങളത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പരിപാടി കൂടുതൽ ഡിസ്കവർ ചെയ്യാനാണ് അവിടെ സാധിക്കുന്നത്. ഓക്കെ, എവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോ കൊണ്ടുവരാൻ സാധിക്കുമോ, എവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആക്ഷനിൽ അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ആയിരിക്കാം, ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, പല കാര്യങ്ങളും ലൈഫിലെ പല കാര്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എഴുതി വെക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ പ്ലാന് എഴുതി വെച്ച് അതിനനുസരിച്ചിട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നിങ്ങൾ മെന്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, മൈൻഡ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ ഒരു സമയത്ത് സാധിച്ചോളണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ബെറ്റർ പ്ലാൻ ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് എന്താണ്, നിങ്ങളുടെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പോകുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഈ ഒരു സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിന് അത്ര ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ,
നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അതിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിനുള്ളൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നത് എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മെന്റലി നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് തരുന്നത്, നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നത് എന്താണ്, അതിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ എഫേർട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കുറെ കൂടി കാര്യങ്ങൾ അലൈൻഡ് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഓർഡറിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കേണ്ട ചിന്തകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 1 വീക്ക് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓക്കെ, സി 7 ഡേയ്സ് 1 വീക്ക്. ഈ ഒരു 1 വീക്ക് ടൈമിൽ നിങ്ങൾക്ക് പവർഫുള്ളി നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും ലൈഫിലേക്ക്. ഇറ്റ്സ് നോട്ട് സക്സസ്, ഇറ്റ്സ് ബിയോണ്ട് സക്സസ്, ഇറ്റ്സ് ബിയോണ്ട് സക്സസ്. ഓക്കെ, വിജയത്തിനേക്കാൾ അല്ലെങ്കിൽ ജയിക്കുന്നതിനേക്കാളും മേലുള്ള ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ഒരു 1 വീക്ക് ടൈം. ഓക്കെ, 1 വീക്ക് ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഒരു റിയൽ കംപാക്ക്, ഒരു പോരാളിയെ പോലെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട് ലൈഫിലേക്ക്. എവിടെയൊക്കെ നിങ്ങൾ ഇമോഷണലി, അതായത് സ്നേഹം കൊണ്ടോ ഇമോഷൻസ് കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് വളരെ പവർഫുൾ ആയിട്ട് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കം ബാക്ക്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ചിന്തകളുടെ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, അത് മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വേണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അങ്ങനത്തെ ഒരു പ്ലേസിലൂടെ നിങ്ങൾ പോവാണ്, അങ്ങനത്തെ ഒരു മെന്റൽ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോവാണ്, ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന കാര്യത്തിലൂടെ നിങ്ങൾ പോവുകയാണ്, ഒരുപാട് ഇതുപോലത്തെ മാനസികാവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യുക. ഒരു 1 വീക്ക് നിങ്ങൾ ചെയ്യും. ഇത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ജസ്റ്റ് 1 വീക്ക് 7 ഡേയ്സ്. ഇത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. ഓക്കെ, ഈ ഒരു 7 ഡേയ്സ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു വരുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് സി നിങ്ങളുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. നിങ്ങളുടെ മനസ്സിന്റെ പവർ, നിങ്ങൾ എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ പോകുന്നു, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ അലൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്നു, ഗ്യാദർ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു, അതിൽ നിങ്ങൾക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, ഒക്കെ നിങ്ങൾ ഈ ഒരു 7 ഡേയ്സിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണോ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ, ബേർഡൻ, ഇമോഷൻസ്, അത് ഹെവി ഫീലിങ്സ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് വളരെ ഹെവി എനർജി, ഹെവി ഫീലിങ്സ് തരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആര് തന്നെയാണ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സാക്രിഫൈസ് ചെയ്ത് ഓക്കെ വിട്ടുകളയുക. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാം കൂടെ വലിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ യാത്ര ഈസി ആക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേർപ്പസിലേക്കുള്ള യാത്ര നിങ്ങൾ ഈ ഒരു സമയത്ത് ഈസി ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു മെന്റാലിറ്റിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണിയിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബിക്കോസ് യു ഗൈസ് റിയലി ഡിസേർവ് ദാറ്റ്, അല്ലേ? സോ ഈ ഒരു സമയത്ത് ഒരാളുടെ ഹെൽപ്പും ഇല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് തന്നെയാണ് വേണ്ടത്. എസ്പെഷ്യലി ഇമോഷണലി സപ്പോർട്ട് വേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഈ വാക്കുകൾ നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ലെറ്റ്സ് ടേക്ക് 1 more മെസ്സേജ്. എന്താണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് കേൾക്കേണ്ടത് നിങ്ങളുടെ അവസ്ഥയിലേക്ക് വേണ്ടിയിട്ട്? യൂണിവേഴ്സ്, ഓക്കെ, ഇറ്റ്സ് എ കൺഫർമേഷൻ. ഈ വാക്കുകൾ നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഈ ഒരു മാറ്റം, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് സണ്ണ്, ഇറ്റ്സ് ലൈക്ക് രാവും പകലും ആവുന്നത് പോലെയാണ്. ഓക്കെ, ഓരോ മാറ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഒരു യൂണിവേഴ്സൽ പ്രോസസ്സ് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില വാതിലുകൾ നിങ്ങൾ അടച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഫിയർ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചാലഞ്ച്, യു ഹാവ് ടു ഫേസ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ കമന്റിൽ ചില ആളുകൾ പറയും, ഒന്നുകിൽ മലയാളത്തിൽ പറ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറ എന്ന് പറയും. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള
ഭാഷകൾ ഉണ്ടാവും അല്ലെ. ഞാൻ വളരെ എക്സ്പേർട്ട് ആണ് ഇംഗ്ലീഷിൽ എന്നുള്ളതല്ല, പക്ഷേ ലൈക്ക് ഇപ്പം ചില റീഡിങ്സ് വരുന്ന സമയത്ത് മേ ബി എൻ്റെ ചില സ്പിരിറ്റ് എങ്കിലും ഇംഗ്ലീഷൊക്കെ പറയുന്ന സ്പിരിറ്റ് ആയിരിക്കാം. ബിക്കോസ് ചില വാക്കുകൾ എനിക്ക് മലയാളത്തിൽ പറയാൻ അറിയില്ല. ഓക്കെ, പറയാൻ വരില്ല, പറയാൻ പറ്റില്ല. ചിലത് മലയാളത്തിൽ പറയുന്നതായിരിക്കാം എനിക്ക് കംഫർട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ആൻഡ് സി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ചില ആളുകൾക്ക് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചില വാക്കുകൾ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചുകൂടാ? വീഡിയോ നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ മാത്രം എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾക്ക് ആ വാക്ക് എന്താണ് എന്ന് പഠിച്ചൂടെ? സോ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആവുകയല്ലേ ചെയ്യുന്നത് അല്ലെ? സോ ഇൻസ്റ്റെഡ് നിങ്ങൾ നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് സിറ്റുവേഷനിൽ നിൽക്കാതെ നിങ്ങൾ ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളത് എന്താണെന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ എന്ത് വാക്കാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് അവരെന്ത് വാക്കാണ് പറഞ്ഞത്, അവരെന്ത് സെന്റൻസ് ആണ് പറഞ്ഞത്, ആ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താണ്, ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു അറിവ് വികസിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? സോ എക്സാക്ട്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എക്സാക്ട്ലി ചെയ്യേണ്ട കാര്യം അതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷന് നിങ്ങൾ പുറത്തേക്ക് വരണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം. ഓക്കെ, സോ ഹോപ്പ് ഇനി നെക്സ്റ്റ് ടൈം ആരും പറയില്ല, ഒന്നുകിൽ ഇംഗ്ലീഷിൽ പറ അല്ലെങ്കിൽ മലയാളത്തിൽ പറ. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് അറിയാത്തതുകൊണ്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് മലയാളം ചാനൽ ആയതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത്, ഇങ്ങനെ ചിലതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്കും അത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്കും അത് പഠിക്കാൻ പുതിയ പുതിയ അറിവുകളാണ്. സോ എപ്പോഴും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ നമ്മളുടെ ആ ഒരു ലിമിറ്റിംഗ് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാം, നമ്മുടെ ആ ഒരു ബോക്സിൽ നിന്ന് പുറത്തേക്ക് വരാം. ഇതാണ് എക്സാക്ട്ലി ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു കാര്യം. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വ്യക്തികളോ ഫീലിങ്സോ, നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ വിശ്വസിപ്പിച്ച് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അത് പുതിയ അനുഭവത്തിലേക്ക് വരാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് ജോബോ ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ചുകൂടി ചാലഞ്ച് ചെയ്യുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന, നിങ്ങൾ ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ഭാരം തരുന്ന പ്ലേസിൽ നിങ്ങൾ നിൽക്കരുത്. ബിക്കോസ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, അതായത് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവേക്കൻ ആക്കേണ്ടതായിട്ടുണ്ട്, റിസീവ് ചെയ്യാം. ഓക്കെ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേസിലാണ്, അത് ഈവൻ നിങ്ങളുടെ വർക്ക് സിറ്റുവേഷനോ നിങ്ങളുടെ വീടോ എവിടെ ആയിക്കോട്ടെ, നിങ്ങളവിടെ പ്രോപ്പറായിട്ട് ചില കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നില്ല. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് അവിടെ ഒരു പ്രോപ്പർ റിസീവ് ഉണ്ടാവുന്നില്ല, കിട്ടുന്നില്ല. ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ, നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് നിങ്ങളുടെ ഹാബിറ്റ്സോ അഡിക്ഷനോ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ അവിടുന്ന് വരണം, നിങ്ങൾ റിസീവ് ചെയ്യണം. എക്സാക്ട്ലി നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്ര സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു 1 വീക്ക് ടൈം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക വിതൗട്ട് എനി ഫെയിൽ. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു പേടിയുണ്ടോ, നിങ്ങൾക്ക് ചില മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സിൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടോ, അത് ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് ചെയ്യുക. അത് ഫൊഗീവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക, അത് ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുക. പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യത്തിലേക്ക് പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷേ ഓരോ ടൈമിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? സോ ചില സമയത്ത് നമ്മൾ റിലേഷൻഷിപ്പിനായിരിക്കാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ചില സമയത്ത് നമ്മൾ ജോബിനായിരിക്കാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ചില സമയത്ത് നമ്മൾ നമുക്കായിരിക്കാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് നിങ്ങൾ ചില പ്ലേസിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്താണെന്നുള്ളത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ പല ആളുകളും പറയുന്നത് നിങ്ങൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ച് പോവുകയാണ് നിങ്ങൾ. സോ അത് പ്രോബബ്ലി നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഭാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ ബേർഡൻസും എടുത്തിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല അല്ലെ? നിങ്ങൾ അങ്ങനത്തെ ചില ആളുകളെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. പക്ഷെ ചില ആളുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഭവത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഫുൾഫിൽ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. സോ ജോബിൽ വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ
സാധിക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ എൻഗേജ്ഡ് ആവുക. അതിന്റെ മുന്നേയും പിന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു മൊമെന്റിൽ നല്ലതാണോ, വളരെ നല്ല രീതിയിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് നല്ല കാര്യങ്ങൾ അത് ബ്ലോക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള റീഡിങ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റിയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.